എനി കൈൻഡ് ഓഫ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ എന്താണ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിന്റെ പ്രത്യേകത? കോമൺ ആയിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ്, ഫിക്സഡ് ഇൻകം, അതുകൊണ്ടാണ് അതിന് ഫിക്സഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്, ബോണ്ട് ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഫിക്സഡ് ഇൻകം നൽകും. അപ്പൊ ഇതിൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനൊരു ബോണ്ട് വാങ്ങാണ്, 1000 rupees ഫേസ് വാല്യൂ ഉള്ള ഒരു ബോണ്ട്, ഫേസ് വാല്യൂ 1000 rupees. അപ്പൊ 1000 രൂപ കൊടുത്തൊരു ബോണ്ട് ഞാൻ വാങ്ങും. അങ്ങനെ ബോണ്ട് വാങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ബോണ്ടിൽ നിന്ന് ഈ ബോണ്ട് വാങ്ങുമ്പോൾ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞിട്ട് ആ ബോണ്ട് ആരും തിരിച്ചു വാങ്ങും, ഇഷ്യൂ ചെയ്ത ആൾ തിരിച്ചു വാങ്ങും. അപ്പോൾ 5 year ആണെന്ന് വിചാരിക്കാം, 5 year. അപ്പൊ 5 വർഷത്തേക്കാണ് ഞാൻ ഈ ബോണ്ട് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഈ ബോണ്ടുമ്മേ എന്ത് തരും? എനിക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് തരും. അതിനെ കൂപ്പൺ റേറ്റ് എന്നാണ് പറയാം. ടെക്നിക്കൽ ടൈം കൂപ്പൺ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റിനാണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു 10% ആണ് വിചാരിക്കുക, 10%. അപ്പോൾ ഞാൻ ബോണ്ട് വാങ്ങുന്ന ആദ്യത്തെ വർഷം എനിക്ക് ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് 100 രൂപ കിട്ടും അല്ലേ? രണ്ടാമത്തെ വർഷം കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും 100 രൂപ കിട്ടും. മൂന്നാമത്തെ വർഷം എനിക്ക് വീണ്ടും 100 രൂപ കിട്ടും. നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിലെ പോലെ തന്നെ. നാലാമത്തെ വർഷം കഴിഞ്ഞാൽ എനിക്ക് 100 രൂപ കിട്ടും. അഞ്ചാമത്തെ വർഷം എനിക്ക് എന്ത് കിട്ടും? അഞ്ചാമത്തെ വർഷം എനിക്ക് 100 രൂപയും കിട്ടും. അഞ്ചാമത്തെ വർഷം എനിക്ക് 100 രൂപ കിട്ടും. ദെൻ അഞ്ചാമത്തെ വർഷം എനിക്ക് എന്ത് കിട്ടും? ഈ 1000 രൂപയും തിരിച്ചു കിട്ടും. ഓക്കെ, കിട്ടില്ലേ? അപ്പോൾ ടോട്ടൽ എനിക്ക് 1500 രൂപ കിട്ടി 5 വർഷം കൊണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഒരു ബോണ്ട് ഞാൻ വാങ്ങുന്നു. ആ ബോണ്ട് ഞാൻ വാങ്ങുമ്പോൾ അതിന്റെ ഫേസ് വാല്യൂ ആയിട്ടുള്ള 1000 rupeesലാണ് ഞാൻ അത് വാങ്ങുന്നത്. 5 വർഷത്തേക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ വർഷവും എനിക്ക് 100 രൂപ വെച്ച് കിട്ടും. അഞ്ചാമത്തെ വർഷം എനിക്ക് 1000 രൂപ, 100 രൂപയും കിട്ടും, 1000 രൂപയും കിട്ടും. അതായത് അഞ്ചാമത്തെ വർഷം ഇൻട്രസ്റ്റ് റേറ്റ്, ദെൻ അഞ്ചാമത്തെ വർഷത്തെ ഈ ഫേസ് വാല്യൂ 1000 രൂപ തിരിച്ചു തരും. അപ്പോൾ 5 വർഷം കൊണ്ട് എനിക്ക് 1500 രൂപ കിട്ടുന്നു. റൈറ്റ്, ഈ 1500 രൂപ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? 5 വർഷം ഞാൻ വെയിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് 1500 രൂപ കിട്ടുന്നത്. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് എനിക്ക് കിട്ടുന്ന 1500 രൂപയുടെ റിയൽ വർത്ത് ഇപ്പൊ എത്രയാണ്? റൈറ്റ്, അപ്പൊ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ബോണ്ട് വാല്യുവേഷനിൽ ചെയ്യുന്നൊരു കാര്യം. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സാമ്പിളിൽ ഞാൻ 1000 രൂപയുടെ ഒരു ബോണ്ട് വാങ്ങുന്നു. ആ ബോണ്ട് 5 വർഷത്തേക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് എനിക്ക് ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ട്. ഈ ക്യാഷ് ഇൻഫ്ലോസ്, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് 1500 ആണ്. അപ്പോൾ ഈ 1500 rupees 5 വർഷം കൊണ്ട് കിട്ടാൻ വേണ്ടി ഇപ്പൊ ഞാൻ 1000 rupees കൊടുക്കുമ്പോൾ അത് വർത്താണോ ആസ് എൻ ഇൻവെസ്റ്റർ എനിക്ക് അറിയണം. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ബോണ്ട് വാല്യുവേഷൻ ഓഫ് ബോണ്ട്, വാല്യുവേഷൻ ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. അപ്പോൾ വർത്ത് ഓഫ് എ ബോണ്ട് കണ്ടുപിടിക്കുന്ന പ്രോസസ്, അതാണ് ബോണ്ട് വാല്യുവേഷൻ. അപ്പോൾ വർത്ത് ഓഫ് എ ബോണ്ട് എന്ന് പറയുന്നത് B0 എന്ന് നമ്മൾ എഴുതും, B0. അപ്പൊ ബോണ്ട് വാല്യുവേഷൻ ഹെഡിങ് ചെയ്താൽ ദെൻ B0 എന്ന് എഴുതാം. B0 ഇസ് ഈക്വൽ ടു, ഞാൻ ഒരു ഫോർമുലയുടെ എഴുതാണ്, അത് എഴുതാം കേട്ടോ, എഴുതിയെടുക്കാം. ഇത് സമയം ഉണ്ടാവും, ഫോർമുല എഴുതി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. C ഇൻറ്റു F into 1 minus 1 divided by 1 plus
r raised to t whole divided by r f divided by 1 plus r raised to t. അപ്പോൾ ബോണ്ട് വാല്യുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫോർമുല ചെയ്താൽ B0 is equal to C into F into 1 minus 1 divided by 1 plus R raised to T whole divided by R plus F divided by 1 plus R raised to T. Then ഇതിൽ C എന്ന് പറയുന്നത് കൂപ്പൺ റേറ്റ്, കൂപ്പൺ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്, അതിന് ടെക്നിക്കലി കൂപ്പൺ റേറ്റ് എന്നാണ് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫേസ് വാല്യൂ ഓഫ് ദി ബോണ്ട്, ഫേസ് വാല്യൂ ഓഫ് ദി ബോണ്ട്. Then T maturity period. Then R required rate of return, required rate of return. ഇത്രയും കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാം. ബോണ്ട് വാല്യുവേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് ബോണ്ടിന്റെ റിയൽ വർത്ത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ഇൻട്രിൻസിക് വർത്ത് ഓഫ് എ ബോണ്ട്. B0 എന്ന് പറയുന്നത് വർത്ത് ഓഫ് എ ബോണ്ട് or intrinsic value of a bond. അപ്പോൾ നമ്മുടെ ഫോർമുല B0 is equal to C into F into 1 minus 1 divided by 1 plus R raised to T whole divided by R plus F divided by 1 plus R raised to T. ഫോർമുല ക്ലിയർ അല്ലേ? ഞാൻ എഴുതിയിട്ടുള്ളത് ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതല്ല. ഫോർമുല ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഫോർമുല പഠിക്കണം. ഇത് നമ്മളുടെ ബോണ്ട് വാല്യുവേഷനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വെറൈറ്റി പ്രോബ്ലംസിലും ഉപയോഗിക്കേണ്ട ഫോർമുലയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണില്ലേ, പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണ്ട. ദിസ് ഈസ് ദി there are hundreds of formulas ബോണ്ട് വാല്യുവേഷനുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾ കാണുന്ന പല ഫോർമുലാസും കാണുന്നത് കുറെ ഡിഫിക്കൽട്ട് ആയിരിക്കും ചെയ്യാൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ബോണ്ട് വാല്യുവേഷന്റെ പല വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷനിൽ പറയുന്ന ഫോർമുലാസ് ഇറ്റ് വുഡ് ബി ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഫോർ ആവറേജ് സ്റ്റുഡന്റിന്. പക്ഷെ ദിസ് ഈസ് സംതിങ് വിച്ച് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഇതിൽ ഫോർമുലയിൽ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ അല്ലെ, ഇതിൽ വേറെ ഒന്നും നമുക്ക് അറിയാവുന്നില്ല. സി എന്താന്ന് ഞാൻ പറഞ്ഞു, എഫ് എന്താന്ന് പറഞ്ഞു, ആർ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദെൻ എഫ്, ദെൻ ടി ടൈം, മെച്ചൂരിറ്റി പീരീഡ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ബോണ്ട് വാല്യുവേഷൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഉണ്ടാവും. ഇതതിലേക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാമെന്ന് മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഫോർമുല എഴുതിയിരുന്നോ? ഓക്കെ. നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ സമയമുണ്ടോ? ചോദിച്ചതിനില്ല എന്ന് പറയും, അതുകൊണ്ട് നേരെ ചെയ്യാൻ പോയാലോ. ബോണ്ട് വാല്യുവേഷൻ പ്രോബ്ലം നമ്പർ 1 എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ Let us solve this problem. Navaratna Limited issued debentures with a face value of ₹1,000 and the maturity period is 5 years. The rate of interest payable by the company on the debenture is 10% per annum. The appropriate capitalization rate is 8%. Calculate the present value of the debentures. So the formula will be like this as we have seen. B0 is equal to C into F into 1 minus 1 divided by 1 plus R raised to T
whole divided by r plus f divided by 1 plus r raised to t. So our task is to find out B0. So we have all to solve. C is nothing but coupon rate. It is 0.10. Annual interest rate is coupon rate. Then F face value is equal to 1000. Then T is equal to time period or maturity period is 5 years. Then we have capitalization rate, that is required rate of return out of the investment expected by the investor, 8%. That means 0.08. So it will be like this: 0.10 multiplied by 1000 multiplied by 1 minus 1 divided by 1.08 raised to 5 divided by 0.08 plus 1000 divided by 1.08 raised to 5. So again we solve it. So it will be like this: 100 multiplied by 1 minus 1 divided by 1.4693 whole divided by 0.08 plus 1000 divided by 1.4693. Again 100 multiplied by 1 minus 0.6805 divided by 0.08 plus 680.596 is equal to, again 100 multiplied by 0.3194 whole divided by 0.08 plus 680.596. Then 100 multiplied by 3.9925 plus 680.596 is equal to 339.25 plus 680.596 is equal to 1079.846. So this is the B0. What does it mean? Over a period of 5 years, you are going to get 1,500 rupees from your investment in debentures. The worth of these 1,500 rupees will be 1079.846 right now or today. So you are investing 1,000 rupees now. So the value of 1,500 rupees over a period of 5 years right now is 1079.846. So that is more than 1,000. So the meaning is debenture is attractive for you. So B0 in this problem is equal to 1079.846. It's very easy to solve. I hope you could follow how I solved it. Okay.